അസ്സലാമു കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അടിപൊളി മുട്ട റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രം ചൂടായതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡ് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 മീഡിയം സൈസ് ഉള്ളി നേർങ്ങനെ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് വഴറ്റിയെടുക്കാം. ഇനി വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഉള്ളി വഴറ്റി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മല്ലിപ്പൊടിൻ്റെയും മുളക് പൊടിൻ്റെ ഒക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളിയാണ്, അത് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് കുരുമുളക്, 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കുരുമുളക് പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 പച്ചമുളക് 4ആയി മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കറിയിൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ സമയം ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക, വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/4 ടീസ്പൂണ് ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നേർങ്ങനെ കീറൽ കൊടുത്തിട്ട് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മുട്ട ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലിലേക്ക് മസാല ഇതുപോലെ ഇട്ട് കൊടുക്കുക. മസാല നല്ലപോലെ കവർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ചുരുങ്ങിയത് ഒരു 10 മിനിറ്റെങ്കിലും അങ്ങനെ അടച്ചു വെച്ചാൽ മസാലൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. 10 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടതിന് തുറന്ന് നോക്കാം. എന്തൊരു മണമെന്നറിയാം. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈല് മുട്ട റോസ്റ്റ് റെഡിയായി. ഇനി ഇത് നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കാണുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.